US തങ്ങളുടെ സ്വന്തം നാടാണെന്ന് കരുതി വളർന്ന് അവിടെ പഠിച്ച് വലിയ ജോലികൾ നേടിയ ലക്ഷക്കണക്കിന് യുവാക്കൾ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. വർഷങ്ങളായി അവർ അനുഭവിച്ചിരുന്ന നിയമപരമായ സുരക്ഷിതത്വം പെട്ടെന്നൊരു ദിവസം ഇല്ലാതെയായാൽ എങ്ങനെയായിരിക്കും? ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ കുടിയേറ്റ നയങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കാലതാമസങ്ങളും കാരണം US ഡ്രീമേഴ്സ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിന് തങ്ങളുടെ ജോലിയും ജീവനോപാധികളും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ DACA പ്രോഗ്രാം? എന്തുകൊണ്ടാണ് ഈ യുവാക്കൾക്ക് ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആരാണ് ഡ്രീമേഴ്സ്? എന്താണ് DACA പ്രോഗ്രാം എന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ചെറുപ്രായത്തിൽ തങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം മതിയായ രേഖകളില്ലാതെ US കുടിയേറി വന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർ വളർന്നതും പഠിച്ചതുമെല്ലാം US. ഈ വിഭാഗത്തിൽപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരായ യുവാക്കളാണ് ഡ്രീമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവരെ സംരക്ഷിക്കുന്നതിനായി 2012 അന്നത്തെ US ഭരണകൂടം കൊണ്ടുവന്ന പദ്ധതിയാണ് DACA അഥവാ ഡിഫേർഡ് ആക്ഷൻ ഫോർ ചൈൽഡ്ഹുഡ് അറൈവൽസ് എന്നത്. ഈ പ്രോഗ്രാം പ്രകാരം കുട്ടിക്കാലത്ത് US യോഗ്യരായ വ്യക്തികൾക്ക് താൽക്കാലികമായി നാടുകടത്തലിൽ നിന്ന് സംരക്ഷണവും നിയമപരമായി ജോലി ചെയ്യാനുള്ള അനുമതിയും ലഭിക്കും. നിലവിൽ ലോകത്തിലെ 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 5 ലക്ഷത്തിലധികം സജീവ ഗുണഭോക്താക്കൾ ഈ പദ്ധതിക്ക് കീഴിൽ US ജീവിക്കുന്നുണ്ട്. ഈ പദ്ധതിയിൽ തുടരുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. DACA പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കർശനമായ ചില നിബന്ധനകളുണ്ട്. അപേക്ഷകർ 2007 ജൂൺ 15 മുമ്പായി US പ്രവേശിച്ചവരും അവിടെ സ്ഥിരമായി താമസിക്കുന്നവരും ആയിരിക്കണം. അവർ ഒന്നുകിൽ സ്കൂളിൽ പഠിക്കുന്നവരോ ഹൈസ്കൂൾ അല്ലെങ്കിൽ അതിന് തുല്യരായ ബിരുദം നേടിയവരോ ആയിരിക്കണം. ഏറ്റവും പ്രധാനമായി അവർക്ക് യാതൊരുവിധ കുറ്റകൃത്യ പശ്ചാത്തലവും ഉണ്ടാകാൻ പാടില്ല. ഈ ആനുകൂല്യം നിലനിർത്താൻ DACA ഗുണഭോക്താക്കൾ ഓരോ 2 വർഷം കൂടുമ്പോഴും തങ്ങളുടെ പദവി പുതുക്കേണ്ടതായുണ്ട്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് ജോലി നഷ്ടപ്പെടുന്നത് എന്ന സംശയമായിരിക്കും നമ്മളിൽ പലർക്കും ഉള്ളത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. മുൻകാലങ്ങളിൽ DACA പുതുക്കുന്നതിനുള്ള അപേക്ഷ നൽകിയാൽ ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കുമായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഈ പ്രക്രിയ മാസങ്ങളോളം നീണ്ടുപോകുകയാണ്. ഉദാഹരണത്തിന് 4-ാം വയസ്സിൽ US ക്ലോറിഡ എന്ന യുവതി കഴിഞ്ഞ ഡിസംബറിലാണ് തന്റെ അപേക്ഷ സമർപ്പിച്ചത്. ബയോമെട്രിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചിട്ടും 6 മാസം കഴിഞ്ഞിട്ടും അനുമതി ലഭിച്ചിട്ടില്ല. കൃത്യസമയത്ത് വർക്ക് പെർമിറ്റ് പുതുക്കി കിട്ടാത്തതിനാൽ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത കരിയറാണ് ഇവർക്ക് ഇല്ലാതായിരിക്കുന്നത്. തന്റെ പദവി പുതുക്കി കിട്ടാത്തതിനാൽ HR മേഖലയിലെ സ്വപ്നതുല്യമായ ജോലി നഷ്ടപ്പെട്ട സേസാർ എന്ന യുവാവിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. വരുമാനമില്ലാതായതോടെ ജീവിക്കാൻ വേണ്ടി തെരുവിൽ ബെറീറ്റോ വിൽക്കുകയാണ് ഇപ്പോൾ ഈ യുവാവ് ചെയ്യുന്നത്. ഇത് വെറുമൊരു ഔദ്യോഗിക കാലതാമസമല്ല, മറിച്ച് തങ്ങൾക്ക് നേരെയുള്ള വ്യക്തിപരമായ ആക്രമണമായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത്. നിലവിൽ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായി മറ്റ് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടെ നോക്കാം. അപേക്ഷകൾ വൈകിപ്പിക്കുന്നതിന് പുറമെ DACA ഗുണഭോക്താക്കളെ ലക്ഷ്യമിട്ട് മറ്റു ചില കടുത്ത നിയന്ത്രണങ്ങളും ഭരണകൂടം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് വെരിഫൈ നിബന്ധനയാണ്. DACA കൈവശമുള്ളവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിർബന്ധമായും വെരിഫൈ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന പുതിയ നിയമം ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്തത് ഡ്രൈവിംഗ് ലൈസൻസിലെ വിലക്കാണ്. DACA ഗുണഭോക്താക്കൾ കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ നേടുന്നത് നിരോധിച്ചുകൊണ്ട് പുതിയ ചട്ടം നടപ്പിലാക്കി കഴിഞ്ഞു. യുണൈറ്റഡ് വി ഡ്രീം എന്ന സംഘടനയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായ ജൂലിയാന മാസിഡോ പറയുന്നത് DACA മുതൽ ഹ്യൂമാനിറ്റേറിയൻ പരോൾ വരെയുള്ള താൽക്കാലിക പ്രോഗ്രാമുകളെ നിശബ്ദമായി ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ്. US കരിയറും കുടുംബവും കെട്ടിപ്പടുക്കുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ സംഭാവന നൽകുകയും ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കാനുള്ള ഒരു കൂട്ട ശ്രമമാണ് ഇതെന്നും കുടിയേറ്റ സംഘടനകൾ ആരോപിക്കുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടിയേറ്റക്കാരെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 2025 നാടുകടത്തൽ നടപടിക്ക് നീങ്ങിയവരിൽ 77% ആളുകൾക്കും യാതൊരുവിധ ക്രിമിനൽ കുറ്റകൃത്യ പശ്ചാത്തലവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഫെഡറൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ്
നൂറുകണക്കിന് DACA ഉടമകളെ അറസ്റ്റ് ചെയ്യുകയും പലരെയും നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത സാധാരണക്കാരെയും ഈ നടപടികൾ ബാധിക്കുന്നു എന്നതിന് തെളിവാണ് ഈ കണക്കുകൾ. ഈ വിഷയത്തിൽ US ഇമിഗ്രേഷൻ ഏജൻസിയുടെയും അനുകൂല സംഘടനകളുടെയും നിലപാട് എന്താണെന്ന് കൂടെ നോക്കാം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വക്താവ് സാക് ഹാലർ വ്യക്തമാക്കുന്നത് DACA എന്നത് ഈ രാജ്യത്ത് യാതൊരുവിധ സ്ഥിരമായ നിയമപരമായ പദവിയും നൽകുന്നില്ല എന്നാണ്. എന്നാൽ വിദേശികളെയും കൂടുതൽ കർശനമായി പരിശോധിച്ചും വിലയിരുത്തിയുമാണ് ഏജൻസി US ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി കുടിയേറ്റ അനുകൂല സംഘടനകൾ രംഗത്തുണ്ട്. ഭരണപരമായ കാലതാമസങ്ങളും രാഷ്ട്രീയ ആക്രമണങ്ങളും കാരണം വർഷങ്ങളായി സമൂഹത്തിന് സംഭാവന നൽകുന്ന ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നത് ക്രൂരതയാണെന്ന് ദ ഡ്രീം US സംഘടനയുടെ പ്രസിഡന്റ് ഗാബി പറയുന്നു. നിയമനിർമ്മാതാക്കൾ പാർലമെന്റിൽ ഡ്രീം ആക്ട് പാസ്സാക്കണമെന്നാണ് പറയുന്നത്. ഇതുവഴി യുവാക്കൾക്ക് സ്ഥിരമായ താമസ അനുമതിയും US പൗരത്വത്തിലേക്കുള്ള വഴിയും തുറന്നു നൽകാൻ സാധിക്കും. US സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത ഈ ഡ്രീമേഴ്സ് ഇന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തങ്ങളുടെ സുരക്ഷിതത്വവും ജോലിയും നഷ്ടപ്പെട്ട അവർ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കാൻ പോലും ഭയപ്പെടുന്നു. ഈ ബ്യൂറോക്രാറ്റിക് പ്രതിസന്ധികൾ അമേരിക്കയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.